ഹണീബീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 5 മിനിറ്റിൽ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ചീസി എഗ് റോളിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഡെയിലി ദോശയും പുട്ടും ഒക്കെ നിങ്ങൾ കഴിച്ചുമെടുത്തെങ്കിൽ ചപ്പാത്തി കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കിയേ. ടേസ്റ്റ് വൈസ് ആൻഡ് ഹെൽത്ത് വൈസ് സൂപ്പർബായ ഈ ഒരു ചീസി എഗ് റോൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എന്ന് കാണാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തുടർന്ന് നിങ്ങളിലേക്ക് എത്തുവാനായി ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കണേ. ഒരു 4 റോൾ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. മുട്ട 8 എണ്ണം, ചപ്പാത്തി 4 എണ്ണം, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഗ്രേറ്റഡ് ചീസ്, ക്യാപ്സിക്കം, പിന്നെ മല്ലിയില. ഇത് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ കൈവശം ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പച്ചക്കറി വേണേലും ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. കൂടാണ്ട് നമുക്ക് മഷ്റൂംസോ അല്ലെങ്കിൽ ബ്രൊക്കോളി തുടങ്ങിയവ കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കൈവശം ഉള്ളത് മാത്രം ആഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഡയറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റ് ചാർട്ടിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പാല്, കുരുമുളക് പൊടി, ഫസ്റ്റ് ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ട ഒന്ന് സോഫ്റ്റ് ആയിട്ടും കൂടാണ്ട് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തുടർന്ന് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ ഇച്ചിരി ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട വെന്ത് വരുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരൽപ്പം ക്യാരറ്റും സവോളയും ക്യാപ്സിക്കവും മല്ലിയിലയും ചീസും തുടങ്ങിയവ ഇട്ട് കൊടുക്കുക. അതിനുമേലെയായി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ ചപ്പാത്തി കൂടി ഇതിലേക്ക് വെച്ചു കൊടുത്തേക്കണേ. ഏറ്റവും ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മറിച്ചിടാവേ ഇതിന് മുകളിലേക്കായി ഒരൽപ്പം ചീസ് കൂടി ഒന്ന് വിതറി കൊടുക്കാം. വീണ്ടും ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. തുടർന്ന് പാനിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം ഇത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പോൾ കൈ പൊള്ളാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. 2ആയിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ചെറിയ ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എത്ര സിമ്പിൾ ആയിട്ടാ ഈ ഹെൽത്തി ചീസി എഗ് റോള് നമ്മൾ തയ്യാറാക്കിയതെന്ന് കണ്ടോ. ടേസ്റ്റ് വൈസ് മാത്രമല്ല കേട്ടോ, ഹെൽത്ത് വൈസും ഇത് അടിപൊളിയാണ്. ഒരൊറ്റ റോളിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ ഇതിലുണ്ട്. സോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് നമ്മുടെ ഈ എഗ് റോൾ. നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന നമ്മുടെ ബാച്ചലർ എംപ്ലോയീസിന് ഒരു ഹെൽത്തി റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടോ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചപ്പാത്തി വേസ്റ്റ് ആകും എന്നൊരു ടെൻഷൻ ആർക്കും വേണ്ട. വേഗം ചെന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക. സോ സ്റ്റേ ട്യൂൺ ഫോർ yet another video. It's your Honeybee. Just do like, share and subscribe.